ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മളിപ്പോൾ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും ഒക്കെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് സയൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ബേസിക് സയൻസിന്റെ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആസിഡുകളും ബേസുകളാണ് ഇന്ന് പഠിക്കുന്നത്. ഈ ആസിഡുകളും ബേസുകളും എന്നുള്ള ഒരു ഭാഗം നമ്മുടെ സിലബസിലൊക്കെ വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എന്താണ്, ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആസിഡുകളും ബേസുകളും. ഇനി ഇവിടെ ഒരു ബോക്സിൽ ലിറ്റ്മസ് പേപ്പർ എന്താന്ന് കൊടുത്തിട്ടുണ്ട്. മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. അപ്പം മരങ്ങളിലും പാറകളിലും ഒക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്നാണ് ലിറ്റ്മസ് നിർമ്മിക്കുന്നത്. ഇത് നിറം മാറ്റ വൈ പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. അപ്പോൾ ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും അതുപോലെ വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. നീല, ചുവപ്പ് നിറങ്ങളിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറികളിൽ ലഭ്യമാണ്. അപ്പോൾ മരങ്ങളിലും പാറകളിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ലൈക്കണുകളിൽ നിന്നാണ് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കുന്നത്. ഇനി ഇവിടെ അവർ കൊടുത്തിട്ടുള്ളതാണ് ആസിഡുകളും ബേസുകളും. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ബേസുകളുമാണ്. അപ്പോൾ ഒരു പദാർത്ഥം എന്താണ്, ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യും. അപ്പോൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളും അതുപോലെ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ബേസുകളുമാണ്. ഇത് നമ്മൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതിട്ടോ. ഏതെങ്കിലും ഒന്ന് പഠിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേതെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളും ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ബേസുകളുമാണ്. ഇനി നമുക്ക് ഈ ഒരു ലിറ്റ്മസ് പേപ്പറിന് പകരമായിട്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ ചെമ്പരത്തിപ്പൂവ് നന്നായിട്ട് ഒരു പേപ്പറിൽ ഉരച്ച് പിടിപ്പിച്ചിട്ട് ആ ഒരു പേപ്പർ ഉണക്കിയെടുത്തിട്ട് നമുക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നാണ്. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. അപ്പോൾ സൂചകങ്ങളാണ് ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ലബോറട്ടറി സൂചകങ്ങൾ. നിങ്ങൾ പരിചയപ്പെട്ട നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾക്ക് പുറമെ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 സൂചകങ്ങളാണ് ഫിനോഫ്താലിനും മീഥൈൽ ഓറഞ്ചും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. അതുപോലെ എന്താണ്, ലബോറട്ടറിയിൽ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, ഫിനോഫ്താലിനും മീഥൈൽ ഓറഞ്ചും ആണ്. അപ്പോൾ ഫിനോഫ്താലിൻ, മീഥൈൽ ഓറഞ്ച്, ലിറ്റ്മസ് പേപ്പർ ഇതൊക്കെ എന്താണ്, സൂചകങ്ങളാണ്. അപ്പോൾ സൂചകങ്ങൾ എന്താണ്, നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. അടുത്തതായിട്ട് ഇവിടെ 2 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ആസിഡുകൾക്കും പുളി രുചിയാണുള്ളത്, എല്ലാ ബേസുകൾക്കും കാരരുചിയാണുള്ളത്. അപ്പോൾ എല്ലാ ആസിഡുകൾക്കും പുളിരുചിയാണ്, എന്നാൽ എല്ലാ ബേസുകൾക്കും കാരരുചിയാണ്. സോപ്പൊക്കെ എന്താണ്, ഒരു ബേസിന് ഉദാഹരണമാണ് കേട്ടോ. പിന്നെന്താണ്, ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സാർവിക സൂചകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണിത്. അപ്പോൾ ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം. ഇതെന്താണ്, പല സൂചകങ്ങളുടെയും മിശ്രിതമാണ്. ഇതിൻ്റെ ഏതാനും തുള്ളി ആസിഡുകളിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ഓരോ കളറിനെയും അടിസ്ഥാനമാക്കിയാണ് ഇത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം. ഇതെന്താണ്, പല സൂചകങ്ങളുടെയും മിശ്രിതമാണ്. ഇതിന് ഏതാനും തുള്ളി ആസിഡുകളിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന നിറങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആസിഡ് ആണോ ബേസ് ആണോ ഈ ഒരു പദാർത്ഥം എന്ന് തിരിച്ചറിയുന്നത്. അടുത്ത ഹെഡിങ് ആണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, നീല ലിറ്റ്മസിന് ചുവപ്പ് നിറം നൽകുന്നത് ആസിഡുകളാണെന്ന് നമ്മൾ പഠിച്ചില്ലേ. പിന്നെ എന്താണ് പഠിച്ചത്, ആസിഡുകൾക്ക് പുളി രുചിയാണെന്നും പഠിച്ചു. ഇവ ഏതൊക്കെയാണ് ആസിഡുകൾ എന്ന് തിരിച്ചറിയാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ പുളി രുചിയുള്ളവ തിരിച്ചറിഞ്ഞാൽ മതി. ഓറഞ്ച് നീര്, അതുപോലെ ഇരുമ്പൻ പുളി, മുന്തിരി നീര്, തക്കാളി നീര്, ഇതൊക്കെ എന്താണ്, പിന്നെ ആസിഡുകളിൽ പെട്ടവയാണ്.
ഇനി എന്താണ് പേരിന് പിന്നിൽ? പുളിരുചി എന്നതിന് ലാറ്റിൻ ഭാഷയിൽ അസിഡസ് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നാണ് ആസിഡ് എന്ന പദം ഉണ്ടായത്. അപ്പോൾ പുളിരുചി എന്നതിന് ലാറ്റിൻ ഭാഷയിൽ അസിഡസ് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നാണ് ആസിഡ് എന്ന പദം ഉണ്ടായത്. ഇതൊരു ലാറ്റിൻ വേർഡാട്ടോ, അസിഡസ്. ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ. പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ എന്താണ്? മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇനി ചില ഭക്ഷ്യവസ്തുക്കളും അതിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളും കൊടുത്തിട്ടുണ്ട്. മോര്, തൈര് എന്നിവയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. വിനാഗിരി അസിറ്റിക് ആസിഡാണ്. നാരങ്ങയിൽ എന്താണ്? സിട്രിക് ആസിഡ്. വാളൻപുളി ടാർട്ടാറിക് ആസിഡാണ്. ആപ്പിൾ മാലിക് ആസിഡ്. നെല്ലിക്ക അസ്കോർബിക് ആസിഡ്. തക്കാളി ഓക്സാലിക് ആസിഡ്. അപ്പം മോരിലും തൈരിലും എന്താണ്? ലാക്റ്റിക് ആസിഡാണ്. വിനാഗിരി അസിറ്റിക് ആസിഡാണ്. നാരങ്ങ സിട്രിക് ആസിഡ്. വാളൻപുളി ടാർട്ടാറിക് ആസിഡ്. ആപ്പിൾ മാലിക് ആസിഡ്. നെല്ലിക്ക അസ്കോർബിക് ആസിഡ്. തക്കാളി ഓക്സാലിക് ആസിഡ്. ഇതിൽ നിങ്ങൾക്ക് അറിയാത്തതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. അടുത്തതായിട്ട് നെല്ലിക്കയിലും ആസിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. വിറ്റാമിൻ സി എന്നത് അസ്കോർബിക് ആസിഡ് ആണ്. ഇതിന്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത്. അപ്പം നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? അസ്കോർബിക് ആസിഡ് ആണ്. വൈറ്റമിൻ സി എന്നത് അസ്കോർബിക് ആസിഡ് ആണ്. ഇതിന്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത്. അടുത്ത ഹെഡിങ് ആണ് പാല് തൈരാകുമ്പോൾ. പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് തൈര്. തൈരിന് പുളിരുചി ഉണ്ടാകുന്നതിന് കാരണമാണെന്ത്? നമ്മൾ നേരത്തെ പഠിച്ചു ലാക്റ്റിക് ആസിഡ് അല്ലേ. പുളിരുചി ആസിഡിന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാല് തൈരാകുമ്പോൾ എങ്ങനെയാണ് അതിന് ആസിഡ് സ്വഭാവം വരുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് ഒഴിക്കാറില്ലേ? തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് എന്ത്? തൈരിന് പുളിരുചി നൽകുന്നത്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? പാലിനെ തൈരാക്കി മാറ്റുമ്പോൾ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് ഒഴിക്കാറുണ്ട്. ഈ ഒരു തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് എന്ത്? പാലിൽ നിന്ന് പാലിൽ നിന്ന് എന്താണ്? പോഷണം നടത്തുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത്. അപ്പോൾ തൈരിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ ഏതാണ്? ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ ആണ്. ഇവയാണ് എന്ത്? ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത്? ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കാരണമാണ് എന്ത്? തൈരിന് പുളിരുചി ഉണ്ടാകുന്നത്. അടുത്തത് ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളും. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ ആസിഡുകൾ വീര്യം കുറഞ്ഞവയാണ്. എന്നാൽ ലബോറട്ടറികളിൽ സാധാരണ ഉപയോഗിക്കുന്ന പല ആസിഡുകളും ബേസുകളും വീര്യം കൂടിയവയാണ്. ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ചില ആസിഡുകളെയും ബേസുകളെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആസിഡുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസിറ്റിക് ആസിഡ്. ഇതൊക്കെ ലബോറട്ടറികളിൽ യൂസ് ചെയ്യുന്ന ആസിഡുകളാണ്. ഇതൊക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസിറ്റിക് ആസിഡ്. ഇതൊക്കെ വീര്യം കൂടിയ ആസിഡുകളാണ്. ഇനി ബേസുകളാണ് എന്ത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതായത് ചുണ്ണാമ്പ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്? ചുണ്ണാമ്പാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡയാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് പൊട്ടാഷ് ആണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇവ മൂന്നും എന്താണ്? ലബോറട്ടറികൾ യൂസ് ചെയ്യുന്ന ബേസുകളാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിക് പൊട്ടാഷ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ഇനി ആസിഡുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. കൈകൊണ്ട് തൊടരുത്, അതുപോലെ മണത്ത് നോക്കാൻ പാടില്ല, രുചിച്ച് നോക്കരുത്, കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പർ ഉപയോഗിക്കണം, ഡസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കണം. ഇനി ആസിഡ് വീണാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനും കഴിവുണ്ട്. അവ ശരീരത്തിൽ വീണാൽ പൊള്ളൽ ഉണ്ടാകുന്നു. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണെന്ന് ഇതിൻ്റെ പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഇനി ഉറുമ്പ് കടിക്കുമ്പോൾ തന്നൊരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോർമിക് ആസിഡ് ഉണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ശരീര കോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ്. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന ഉണ്ടാവാൻ കാരണം. ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡാണ് ഫോർമിക് ആസിഡ്. ഇതെന്താണ്? ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇത് ശരീര കോശങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. ശരീരത്തിനുള്ളിലും ആസിഡോ?
നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ചിലരിൽ ഇതിന്റെ ഉൽപാദനം കൂടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി. ആമാശയത്തിനുള്ളിലെ നീറ്റൽ, നെഞ്ചെരിച്ചിൽ, പുളിച്ചു തികട്ടൽ, മലബന്ധം എന്നിവ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ആസിഡിനെ നിർവീര്യമാക്കുന്ന അന്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിന് പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ചിലർ ഇതിൻ്റെ ഉൽപാദനം കൂടുമ്പോൾ ഏതൊരു രോഗാവസ്ഥയായിട്ട് മാറും, അസിഡിറ്റി എന്ന രോഗമായി മാറും. ആമാശയത്തിനുള്ളിൽ നീറ്റൽ, നെഞ്ചെരിച്ചിൽ, പുളിച്ചു തികട്ടൽ, മലബന്ധം എന്നിവ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ഇനി ആസിഡിനെ നിർവീര്യമാക്കുന്ന ആന്റാസിഡുകളാണ് മരുന്നുകളായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ആസിഡുകളും ലോഹങ്ങളും ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇരുമ്പ്, ചെമ്പ് എന്നിവ പോലെ മറ്റൊരു ലോഹമാണ് മഗ്നീഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ളതാണ്, ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നുണ്ട്. കത്തുന്നൊരു വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പൊങ്ങും. റോക്കറ്റുകളിൽ ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കി കഴിഞ്ഞു. ജലം ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലമുണ്ടാകും. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കാം. ഭാവിയുടെ ഊർജ വാഗ്ദാനമാണ് ഹൈഡ്രജൻ. അപ്പോൾ 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിലിറങ്ങുന്നത്. ഇനി ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാൽ ജലമുണ്ടാകും. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കാം. ഭാവിയുടെ ഊർജ വാഗ്ദാനമാണ് ഹൈഡ്രജൻ. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ആസിഡുകളും അതിൻ്റെ ഉപയോഗമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലിവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? സിട്രിക് ആസിഡിന്റെ ഉപയോഗം തന്നിട്ടുള്ളത്? പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട്. സൾഫ്യൂരിക് ആസിഡ്. നൈട്രിക് ആസിഡ് രാസവളം, പെയിന്റിംഗ്, അതുപോലെ ചായങ്ങൾ എന്നിവ നിർമ്മിക്കാനാണ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇനി ടാനിക് ആസിഡ് തുകൽ, മഷി എന്നിവ നിർമ്മിക്കാനാണ്. ഇനി ഏതൊക്കെയാണ്? അസിറ്റിക് ആസിഡും ഫോർമിക് ആസിഡ്, കാർബോണിക് ആസിഡിന്റെ ഉപയോഗം ഒന്നും ഇവിടെ തന്നിട്ടില്ല. നമുക്ക് എന്തൊക്കെയാണ് അസിറ്റിക് ആസിഡിന്റെ യൂസസ്? ചില മരുന്നുകളുടെ നിർമ്മാണത്തിനാണ് അസിറ്റിക് ആസിഡ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഡൈകളിലും അതുപോലെ ടെക്സ്റ്റൈൽസ് പ്രിന്റിങ് ഇവക്കൊക്കെ ഈ അസിറ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഫോർമിക് ആസിഡ് ഫോർമിക് ആസിഡിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ചില ഫാർമസിയിൽ മരുന്ന് നിർമ്മാണത്തിന് ഫോർമിക് ആസിഡും യൂസ് ചെയ്യുന്നുണ്ട്. രാസവള നിർമ്മാണം, കീടനാശിനിയുടെ നിർമ്മാണം, ഇതിനൊക്കെ ഫോർമിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കാർബോണിക് ആസിഡിന്റെ യൂസസ് ആണ്. കാർബോണിക് ആസിഡിന്റെ യൂസസ്? പ്രധാനമായിട്ട് പറയാനുള്ളത് മനുഷ്യ ശരീരത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാൻ സഹായിക്കുന്നത് കാർബോണിക് ആസിഡ് ആണ്. അതുപോലെ വായുസഞ്ചാരമുള്ള പാനീയങ്ങളൊക്കെ നിർമ്മിക്കാനും കാർബോണിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് പഠിക്കണേ അറിയാത്തതൊക്കെ. ഇനി ഇവിടെ ബേസുകളുടെ ഉപയോഗം തന്നിട്ടുണ്ട്. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബേസുകളും അതിൻ്റെ ഉപയോഗങ്ങളാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഗ്ലാസ് നിർമ്മാണം, മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലാസ് നിർമ്മാണം, മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനും. അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോപ്പ് നിർമ്മാണത്തിന് സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. റയോൺ എന്നിവ ഉണ്ടാക്കാൻ. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാനാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നത്. അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും മരുന്നുകളിൽ യൂസ് ചെയ്യുന്നതാണ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും മരുന്നുകളുടെ നിർമ്മാണത്തിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസുകളുടെ ഉപയോഗങ്ങൾ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. മഞ്ഞൾ ഒരു പ്രകൃതിദത്ത സൂചകം.
ആസിഡുകളെ തിരിച്ചറിയാൻ നാം ചെമ്പരത്തിപ്പൂ വരച്ച കടലാസ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഇതൊരു പ്രകൃതിദത്ത സൂചകമാണ്. ഇതുപോലെ എന്താണ് ബേസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സൂചകമാണ് എന്ത്? മഞ്ഞൾ കേട്ടോ. മഞ്ഞൾ പിന്നെ ഉരച്ച കടലാസ് അതുപോലെ മഞ്ഞൾ കലക്കിയ വെള്ളത്തിലൊക്കെ നമ്മൾ സോപ്പ് ചേർക്കുകയാണെങ്കിൽ എന്താണ് ഒരു കളർ മാറ്റം ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം അല്ലേ, നമ്മുടെ ഡ്രസ്സിലൊക്കെ മഞ്ഞളായിട്ട് നമ്മൾ കഴുകുമ്പോൾ എന്താണ് സോപ്പ് തേക്കുമ്പോൾ അത് മറ്റൊരു കളറായിട്ട് മാറുന്നുണ്ട് അല്ലേ. ഈ ഒരു കളർ മാറ്റത്തിന് കാരണമാണ് ഇത് ബേസുകളുടെ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ടാണ് കളർ മാറ്റം സംഭവിക്കുന്നത്. അപ്പം എന്താണ് മഞ്ഞളും ചെമ്പരത്തിയും ഒക്കെ എന്താണ് പ്രകൃതിദത്ത സൂചകങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.